എല്ലാവർക്കും ചുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആവശ്യമില്ല. അടുത്ത വീഡിയോ ഇങ്ങനെയുള്ളതിനൊന്നും ആവശ്യമില്ല. എന്റെ പേര് ഉണ്ണിക്കണ്ണൻ, വീട് പാലക്കാടാണ്. ഉണ്ണിക്കണ്ണൻ ഫ്രം പാലക്കാട്. ഉണ്ണിക്കണ്ണന്റെ കടി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചൂട് കൂടിയതിൻ്റെയാണ്. അത് മാറുമ്പോൾ ശരിയാവും. ഞാൻ വിജയ് സാറിന്റെ 7-8 വർഷമായിട്ട് ഫാനാണ്. ഈ മുടി വളർത്തിയത്, ഈ താടി അധികം വളരില്ല താടി. അപ്പോൾ എനിക്ക് വിജയ് സാറിനൊന്ന് കാണണമെന്നാണ്. അപ്പോൾ ഇതെന്ത് പറി? അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫ് ബാർബിക്യൂ. നല്ല പച്ച മസാല കിട്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്ക് ഈ ബീഫിനെ ബാർബിക്യൂ ചെയ്തെടുക്കാം. കല്യാണം കഴിക്കും ഈ താടിയും മുടിയും വെച്ചിട്ട് എങ്ങനെ വീട്ടിലെപ്പോഴും ചീത്തയാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് എങ്ങനെ വിജയണ്ണനെ കാണാം. വിജയണ്ണന്റെ എൻഡി എച്ച് പോടാ വേണ്ടല്ലേ. ഞാൻ ചെന്നൈ പോയിട്ട് കാറിൻ്റെ മുന്നേ വരെ എത്തി. എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്നു. ഇവിടെ എനിക്ക് അറിയാൻ പാടില്ല, ഇവിടെ ആൾക്കാർക്ക് കേരളത്തിൽ ജോലി ചെയ്തിട്ട് ജീവിക്കാൻ പറ്റാനുള്ള, നിനക്കൊന്നും ഒരു പണിയില്ലേ? ഇനി എങ്ങനെയൊന്ന് കാണണം, എനിക്ക് വിജയണ്ണനെ ഒന്ന് കാണണം, കൂടെ അഭിനയിക്കണം, എന്തായാലും ഒന്നും വേണ്ട. അത് അങ്ങനെ കുറെ വിജയണ്ണന്റെ ചുണ്ണി ഫാൻസ് വിജയണ്ണന്റെ ബാക്കിൽ നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നിങ്ങളെ കൂടി നടത്തി തരണം, നിങ്ങളുടെ സപ്പോർട്ടും ഇതാണ് എനിക്ക് വേണ്ടത്. ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോൾ ഞാൻ ഭയങ്കര ടോക്സിക് ആണെന്നാണ് പറയുന്നത്. എൻ്റെ സംസാരമൊന്നും ശരിയല്ലെന്നാണ് പറയുന്നത്. എങ്ങനെ നമുക്ക് ഇച്ചിരി കാമായിട്ട് സംസാരിക്കാൻ പറ്റും? ഇതൊക്കെയാണ് കാണുന്നത്. എന്നെ ഒരു അനിയനെ പോലെ, ഒരു മോനെ പോലെ, ഒരു ചേട്ടനെ പോലെ എല്ലാവരും സപ്പോർട്ട്. 100% ചാച്ചരത. പെണ്ണ് കെട്ടാത്തവൻ മുടി വളർത്തിയിട്ട് വീട്ടിലെപ്പോഴും ചീത്തയാണ്. വിജയണ്ണനൊക്കെയാണ് എന്നിരിക്കണം. എന്നിട്ട് മുടിയല്ല അവൻ്റെ വളർന്നത്. ഞാൻ പറയണില്ല, ഞാനത് പറഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര ഷെയ്മറായി പോകും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സ്വന്തം ആരോഗ്യം നോക്കടാ വേണ്ടല്ലേ. ചെന്നൈ പോയിട്ട് കാറിന്റെ മുന്നേ വരെ എത്തി. എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്നു. കാറിന്റെ പറ്റേ വരെ എത്തി, എന്നിട്ട് കാണാൻ പറ്റിയില്ല അവന്. അയ്യോ, കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അണ്ണന്റെ ഒരു ഗ്ലാസ് മൂത്രം കിട്ടിയേനെ. വിജയണ്ണനെ ഒന്ന് കാണണം, കൂടെ അഭിനയിക്കണം, എന്തായാലും ഒന്നും വേണ്ട. അഭിനയിപ്പിക്കാം, ഡയലോഗും തരാം. എന്തായാലും ഒന്നും വേണ്ട. ഡയലോഗ് വേണ്ടേ? ഡയലോഗ് വേണ്ടെങ്കിൽ പാലക്കാട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണ്. ഈ ചൂട് കൂടുതൽ നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി കേട്ടിരിക്കാം. എനിക്ക് ചോദിക്കണ്ട, നീ എന്തുവാ പറയുന്നേ? ഹിന്ദിയാണോ മറാഠിയാണോ? നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി. നീ എന്ന് ചവച്ച് തുപ്പുന്നോ പാട്ട്? നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി നീ പറയുന്നതെന്തുവാ ഹിന്ദിയോ മറാത്തി. യോ, ക്ലാസ് ഒന്നും ഇല്ല യോമാർക്ക്. സ്കൂളൊക്കെ അടച്ച് പിള്ളേർ അവരാതെ തുടങ്ങി. കേട്ടിരിക്കാം ദിവസങ്ങളോളം നിന്റെ ലാത്തി നീ വിസാഡോ ഇവിടെ മാക്കാച്ചി മോറ, നീ ഒന്നെങ്കിൽ പാട്, അല്ലെങ്കിൽ പറ, അല്ലെങ്കിൽ ഛർദ്ദിക്കും. ഇവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്? പാടുവാണ് ഇവൻ. എടാ മോനെ, ഒന്നുമില്ലടാ വിട്ടാ, നിനക്ക് ഒന്നുമില്ല. നിന്നെ കണ്ട നേരം വീണ് പോയി മുക്ക് കുത്തി ഹൃദയ. നീ മനസ്സിലായി, നീ ഇന്നലെ പൊറോട്ടയാണ് കഴിച്ചത്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം. എന്നാലും ഇമാതിരി അപരാധങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല കേട്ടോ. വെയിറ്റ്. Bro, I'm in a video. I'm making a video. I just need a pen drive. I will send you the copy of video only. I don't have a pen drive, bro. No, you saw the pen drive, but you didn't need. No, inside the laptop. Inside the? Laptop, inside the laptop. I have clips in the laptop. Laptop? I have all the clips in the laptop. Okay. It's like 20 GB or something like that. Okay, I will call you after 20 minutes. Okay. കേട്ടിരിക്കാം ദിവസങ്ങളോളം നിന്റെ ലാത്തി. എടാ കൊച്ചുമാക്കാച്ചി, അതൊന്ന് പാടറാ പാട്ട് മര്യാദക്ക്. അയ്യോ, നീ ഒരു പണി, നീ ഒരു പെൺകുട്ടീനെ പ്രണയിക്കും. ചിലപ്പോ അവള് കാരണമെങ്കിലും നിനക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായാലോ. ഏത് ഇനി പ്രണയിക്കാൻ ഞാനില്ല, കാരണം പ്രണയം എനിക്ക് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ. അതിന് നീ എപ്പോഴാ പ്രണയിച്ചേക്കുന്നേ? വെടല്ലേ, ഇനി പ്രണയിക്കാൻ ഞാനില്ല. അവൻ എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ പറയും രശ്മിക മന്ദാന സൂപ്പറാണ്, അല്ലെങ്കിൽ പറയും നിത്യ മേനോന്റെ സൂപ്പറാണ്, അല്ലെങ്കിൽ പറയും കാവ്യമാധവൻ അടിപൊളിയാണ്. എന്നിട്ട് അവരോടൊക്കെ പ്രണയം. എടാ, ഇത് പ്രണയമല്ല, ഇത് ഇനി പ്രണയിക്കാൻ ഞാനില്ല. എന്നിട്ട് നാളെ രാത്രി ആകുമ്പോഴേക്കും പറയും അയ്യോ ഞാൻ ചുണ്ണി കണ്ടേ. കാരണം പ്രണയം എനിക്ക് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ. തന്നെ ആരെങ്കിലും ഒക്കെ പ്രണയിച്ചിട്ട് തേച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലേ അതിന് ദുഃഖം തന്നിട്ടുള്ളൂ എന്ന് പറയാവുള്ളൂ. പക്ഷെ അതും ദുഃഖമൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. പ്രണയിച്ച് തേപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് ക്രിറ്റിസിസം ആയിട്ട് എടുക്കുക. അത് അങ്ങനെയാണ്, അതിൻ്റെ ഒക്കെ ഒരു ഫ്ലോ അങ്ങനെയാണ്. ഈ പ്രണയം തേപ്പെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പം മാത്രമേ ഉള്ളതെന്നല്ല, പണ്ട് മുതലേ ഉള്ളതാണല്ലോ. ഇതൊക്കെ പ്രകൃതി നിയമങ്ങളാണ് സുഹൃത്തുക്കളെ. ഇനി ജീവിതത്തിൽ പ്രണയിക്കാൻ ഞാനില്ല. എനിക്ക് പോയി കുറച്ച് മണ്ണുവരത്തിൻ്റെ ഇനി ദുഃഖിക്കാൻ വയ്യ.
എനിക്ക് പ്രണയിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ താൻ ആദ്യം പ്രണയം എന്താന്ന് പഠിക്കുക. ഒരു വണ്ടിയൊക്കെ മേടിച്ച് ഒരാളെ കയറ്റി ഇരുത്തി ഒന്ന് കറങ്ങാനൊക്കെ പോണം. ಬಂಗಾರದಿಂದ ನನಗಿಲ್ಲ ತಂದ ಬಣ್ಣಾನ ತಂದ ഇത് തന്തയില്ല. ನಯನಾನ ತಂದ അവൻ ബെഡ്ഷീറ്റും തലവണയൊക്കെ എടുത്തിട്ട് ബൈക്കിൽ അങ്ങോട്ട് കിടപ്പറയാക്കി. ഏത് ಸಾರಂಗದಿಂದ ನಯನಾನ ತಂದ ആ നയനയുടെ തന്ത. ತಂದ ಮಂದಾರವನ್ನು എന്ന് കുനിഞ്ഞു നിന്നു നടുപിടിഞ്ഞ് കുതിച്ച് ചാട് ഉയർന്ന് ചാട് ആ ചാടിച്ചാവ്. ಅಪರೂಪದಂದ ഇത് തന്തയില്ല ನನಗಾಗಿ ತಂದ Die, 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 die. പ്ലീസ് ഡൈ Die, 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 die. പ്ലീസ് ഡൈ. ഒരു സെക്കൻഡിൽ 3 പേര് വെച്ച് ലോകത്ത് മരണപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. Die, 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 die. പക്ഷെ 3 അല്ല 30 പേരെങ്കിലും മരണപ്പെടണമെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. എന്തൊരു ശല്യം ഇത്. ശുഭദിനം. പ്രായമാകുമ്പോ ആരുണ്ടാവും സഹായത്തിന്? അത് പ്രായമായാലല്ലേ. ഉടുമ്പിന്റെ പിടി, കാളയുടെ ഇടി. ഫിലിപ്പിന്റെ ഇവനെ ഏത് ജില്ല എന്നുള്ള രീതിയിലാണ് അണ്ണൻ എഴുന്നേറ്റ് വന്നത്. അയാൾക്ക് ഈ തലകുത്തി മറിയിൽ മാത്രമേ അറിയത്തുള്ളൂ. ഇയാളുടെ ചുണ്ണിക്ക് അടിക്കണം. ടൈം ടു സ്ലീപ്പ്. പോയി കിടന്നുറങ്ങിക്കും. കണ്ണാണി തൂങ്ങടാ, കണ്ണാണി തൂങ്ങടാ, കണ്ണൻ തൂങ്ങി ചത്തട. കണ്ണാണി തൂങ്ങടാ, കണ്ണാണി അതിന്റെ മൊബൈലിന്റെ സൗണ്ട് ഒക്കെ കണ്ണൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ണാണി തൂങ്ങടാ. മോനെ ആ മെസ്സേജ് എനിക്ക് കണ്ണൻ നേരിട്ട് അയച്ചാന്നാണ് എന്റെ വിശ്വാസം. നീ അത് തുറന്നു നോക്കണ്ട, കാരണം നിന്റെ മുത്തച്ഛൻ വരെ എഴുന്നേറ്റ് നിൽക്കും. ശുഭദിനം. നൈമ നമ്പ്യാർ വളരെ ക്യൂട്ടായിട്ടുള്ള ആക്ട്രസ് ആണ്. ഈ വധൂരിനെയല്ലേ ഞാൻ കുറച്ചു മുമ്പ് ഊക്കി വിട്ടത്. ഇവിടെല്ലാം വീണ്ടും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അടുത്ത് നമ്പ്യാരെ കിട്ടി. പഠിക്കാൻ മിടുകയാണ്, വളരെ പ്ലസന്റ് ആണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്. നീ ഒരു ആണാണ്. നേരിട്ട് പറയാൻ ധൈര്യമില്ല. രാത്രി ആകുമ്പോ അണ്ണന് അടി തുടങ്ങും. മയ്യനമ്മേന്റെ ഊറ്റിയാണ്, അന്നേര് വേണ്ടി ചുറ്റനാണ്, അണ്ണനെ നക്കിനാണ്. അവർ വളരെ ചാർമിംഗ് ആയിട്ട് പേഴ്സണാലിറ്റിയാണ്. അണ്ണ 8 മണിക്കുള്ള കുഴപ്പിന്റെ ഗുളിക കഴിച്ചില്ല. ശുഭദിനം. അത് നല്ലൊരു കണ്ടുപിടുത്തമാണ്. കൊച്ചു പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതുങ്ങൾ ഇങ്ങനെ കൈയൊക്കെ ഇട്ട് മൊത്തം കളയും. കൊച്ചുമലരെ മുമ്പിച്ച്. ശുഭദിനം. മനസ്സിന്റെ ജാലകം മാത്രമല്ല, ഇത് കണ്ടിട്ട് ചിലവരുടെ സിബ് തുറന്നുപോയി. ഏതോ പൊട്ടി തെറ്റിട്ട് അതിന്റെ അടുത്ത് പോയിരുന്ന ഞാൻ ഓർമ്മയാക്കും. ശുഭദിനം. ഈ ആറ്റിറ്റ്യൂഡ് പവർ മാൻ ഇസ് ജിത്തു. അടിച്ചു മിന്നിച്ച ഹൃദയങ്ങളെ ഇതിഹാസം കൊണ്ട് ചിരിക്കാൻ, ചിരിച്ചപ്പം ചിരികൾ ആറ്റിറ്റ്യൂഡ് സ്റ്റൈലൊന്ന് മാറ്റി, അടിച്ചു മിന്നിച്ച് സ്കൂട്ടും എടുത്തു കയറ്റി, അടിച്ചു മിന്നിക്കേണ്ടത് ഇവന്റെ തിരുമോന്തേ. അടിച്ചു മിന്നിച്ച് പവറായി ഹൃദയത്തിന് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാൻ. ഇവനത് എന്തിന്റെ സിംഗിൾ മൈൻഡ് ചിൽ ലൈഫ് ഹാപ്പിനെസ് ടൈമിംഗ് പവർ ആറ്റിറ്റ്യൂഡ് മച്ച ബ്രോ. ജിത്തു ഇത് കാണുന്നുണ്ടോ? ജിത്തുവിന് മതിയായെന്ന് തോന്നുന്നു. പവർ മാൻ ഇസ് ജിത്തു. കൊച്ചു മക്കളെ കൊണ്ട് ഭയങ്കര ശല്യം കേട്ടോ. ശുഭദിനം. എന്റെ വീട്ടിലെ ചക്ക നിലത്ത് കിടന്നുറങ്ങുകയാണ്. എന്നാ മുള്ളിക്കിടന്നുറങ്ങാൻ പറ. എന്നതാണ് ഇതൊക്കെ? എന്റെ വീട്ടിലെ ചക്ക നിലത്ത് കിടന്നുറങ്ങുകയാണ്. ചക്കയ്ക്കൊരു താരാട്ട് പാട്ട് പാടി കൊടുക്ക്. ചക്ക കിടക്കുവാണ്, ചേട്ടനും കൂടെ പോയി കിടക്കുക. ചക്കയ്ക്കൊരു കൂട്ടാവട്ടെ. ഇൻസ്റ്റാഗ്രാം ഇപ്പൊ പകുതി ഫേസ്ബുക്ക് ആയി കഴിഞ്ഞു. ആന്റിമാരെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ആന്റിമാരോട് ബഹുമാനപൂർവ്വം സംസാരിക്കണം, ആദ്യത്തെ കാര്യം. പിന്നെ ആന്റിമാരെ വളയ്ക്കാനോ? ആന്റിമാരെ വളയ്ക്കാൻ ആന്റി ഇങ്ങോട്ട് വാ, ആന്റിനെ ഞാൻ വളച്ചു തരാം. വളച്ചിങ്ങനെ ഒരു ഒറ്റടി വെച്ച് കൊടുക്കും. ആന്റിമാരെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ആന്റിമാരോട് ബഹുമാനപൂർവ്വം സംസാരിക്കണം. നിങ്ങൾക്ക് വൃത്തിയോട്ട ശീലമൊന്നുമില്ല, നല്ലൊരു വൃത്തിയോട്ട ശീലമില്ല. ആന്റിമാരെ വളയ്ക്കുന്ന അത്രയും നല്ലൊരു ശീലം വേറെ ഉണ്ടാവില്ല. കുരുത്തക്കടി പിടിച്ച പിള്ളേരൊന്നും ആന്റിമാർക്ക് ഇഷ്ടം. അതെ, ആന്റി മീൻ പിടിക്കാനായിട്ട് മീൻകാരനോട് ചോദിച്ചാൽ മതി, അല്ലാണ്ട് മീനിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശുഭദിനം.
രാത്രി ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തിയ ഭർത്താവ് അല്ലേ ഭർത്താവ് ഉറങ്ങാൻ അനുവദിക്കണം. ഇതെന്താ എക്സ്പ്രഷൻ? അല്ലേ ഭാര്യ കളിക്കാതെ ഉറങ്ങാൻ അനുവാദമില്ല. ഇത് എന്നതാണ്? ഇത് ഇൻസ്റ്റാഗ്രാം തന്നെ അല്ലേ ഇത്? ഇന്ന് കളിച്ചാൽ നാളെ ജോലിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം തന്നെ അല്ലേ നോക്കുന്നേ? പണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഇൻസ്റ്റാഗ്രാം. ഇപ്പൊ അത് എങ്ങോട്ട്? ഇത് മുഖഭാവങ്ങൾ അറിയോ പീലിക്കണ്ണിൽ നോട്ടവും ക്രിസ്മസ് ആയോ? ഞാൻ വീട്ടിൽ കൊതുകിനെ വളർത്താൻ പോകും. എനിക്ക് അതിന്റെ ശബ്ദം മതി. ഇനി You have a message. KP കുഞ്ഞിക്കണ്ണൻ. ഈ കണ്ണനെന്ന് പേരുള്ളവരുടെ അവസ്ഥ എന്തൊരു ദയനീയാണ് അല്ലേ? എന്റെ പൊന്നു ചേച്ചി, പല ആൾക്കാരും ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഒരുത്തന്റെ കമന്റ് വായിക്കണം കേട്ടോ. എനിക്ക് എടുത്തിട്ട് അലക്കാൻ തോന്നിയൊരു കമന്റ് ചെയ്യാൻ. എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ പാട്ട് പാടി പൊളിപ്പിക്കാൻ സാധിക്കുന്നതല്ല. അവരവരുടെ കഴിവിനനുസരിച്ച് പാടും. ഈ ചേച്ചിക്ക് അറിയാവുന്ന രീതിയിൽ ആ ചേച്ചിയുടെ കഴിവിനനുസരിച്ച് ആ ചേച്ചി ഇത് പ്യാടുപെടും. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം. അതാ നല്ലത്. പുലരും വരെ വരവീണയിൽ ശ്രുതി മീട്ടി ഞാൻ ആരോ വരുന്നെന്നീ രാപ്പാടി പാടുമ്പോൾ അഴിവാതിലിൻ മിഴി ചേർത്തു ഞാൻ സ്വയം നിൽക്കും ദീപമേ എരിഞ്ഞാലും മായുവാൻ മറന്നേ പോം തിങ്കളെ തെളിഞ്ഞാലും വിളിക്കാതെ വന്ന കൂട്ടുകാരാ. ആതിര സജീവൻ എന്നാണ് ആളുടെ പേര്. ആൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെയാണ് പാടേണ്ടത്. അല്ലാണ്ട് ഇതുപോലെ പാടിയിട്ട് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സാമാന്യ പോകുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ നമുക്ക് ഗ്രൂപ്പുണ്ട്, ഡിസ്ക്രിപ്ഷനുണ്ട് ലിങ്ക്. സോ ബൈ ഫോർ നൗ.